എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലുള്ളത് ആഫ്രിക്കൻ രാജ്യമായ ഗാനയിലേക്കുള്ള യാത്രയാണ്. യാത്രയിൽ വളരെ മനസ്സിന് വിഷമം തോന്നുന്ന രണ്ട് സൈറ്റുകൾ കണ്ടതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എൽമിന കാസിൽ, പിന്നെ കേപ്പ് കോസ്റ്റ് കാസിൽ. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിമക്കച്ചവടത്തിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞങ്ങൾ പല രാജ്യങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. പോളണ്ടിലെ ക്രക്കോവ്, ജർമ്മനിയിൽ ബെർലിനിൽ ഒക്കെ ഇതുപോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചരിത്രവും അവിടുത്തെ പീഡനങ്ങളും നമ്മൾ ചരിത്രം വായിക്കുമ്പോഴും അവർ അതിൽ കഥ പറഞ്ഞു വരുമ്പോഴും നമുക്ക് വളരെ വിഷമം തോന്നി. ഒരുപക്ഷെ അതിനെ കഴിഞ്ഞ് ഒരു പടി കൂടി വിഷമം തോന്നുന്ന ഒരു സൈറ്റാണ് ഈ അടിമക്കച്ചവടത്തിൻ്റെ ഘാനയിലെ എൽമിന ആൻഡ് കേപ്പ് കോസ്റ്റ് കാസിൽസ്. 1482 പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യം വരുന്നത്. അവരാണ് ഈ കോട്ട നിർമ്മിച്ചത്. പ്രീ ഫാബ്രിക്കേറ്റഡ് ബ്ലോക്കുകൾ, വാതിലുകൾ, ജനലുകൾ, കല്ലുകൾ, ജനാലകൾ, എല്ലാ സംഭവങ്ങളും പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഈ തീരങ്ങൾ അറിയപ്പെടുന്നത് ഗോൾഡ് കോസ്റ്റ് എന്നാണ്. സ്വർണ്ണ തീരങ്ങൾ, സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കോട്ട പണിതത്. ക്രമേണ ഈ സ്വർണത്തിൻ്റെ കച്ചവടം കുറയുകയും അടിമക്കച്ചവടത്തിലേക്ക് തിരിയുകയാണ് ചെയ്തത്. ആ സമയത്ത് സൗത്ത് അമേരിക്ക, കരീബിയൻ നാടുകളിൽ കരിമ്പിൻ്റെ കൃഷി യൂറോപ്യൻസ് തുടങ്ങിയിരുന്നു. അപ്പോൾ വ്യാപകമായ രീതിയിൽ അങ്ങോട്ട് തൊഴിലാളികളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. കുറച്ച് കഴിയുമ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടു, അവർ കെണിയിലകപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാവുക. അങ്ങനെ ചെയിൻ കൊളുത്തി ഇങ്ങനെ നടത്തി കിലോമീറ്ററുകൾ നടത്തി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തടവറയിൽ കിടത്തുന്നു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് ബോട്ടുകളിൽ കയറ്റി ഉൾക്കടലിലുള്ള കപ്പലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഈ തീരത്തോട് തന്നെ അവർ വിട പറയുന്നു. അങ്ങനെ ഡോർ ഓഫ് നോ റിട്ടേൺ, തിരിച്ചുവരവില്ലാത്ത ആ വാതിലിലൂടെ അവർ എങ്ങോട്ടോ പോകുന്നു. അതാണ് ഈ എൽമിന കാസിലിൻ്റെ ചരിത്രം. ക്രൂരതയുടെ ചരിത്രമാണ് കേട്ടോ ഈ കാസിലിനുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതുപോലെ ഈ ഇരുമ്പിൻ്റെ സ്പിയർ ഗോളങ്ങൾ കാണാം. അതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ഗൈഡ് പറഞ്ഞത് തൻ്റെ ഇഷ്ടത്തിന് എതിർക്കുന്ന സ്ത്രീകളെ ഈ കാലിൽ കെട്ടിത്തൂക്കി മണിക്കൂറുകളോളം കെട്ടിത്തൂക്കിയിട്ട് പീഡിപ്പിക്കുന്ന ഒരു ശിക്ഷാ നടപടിയാണ് അവിടെയുള്ളത്. അതിനുശേഷം കൂടുതൽ ക്രൂരമായ ഒരു തടവറയിലേക്ക് മാറ്റും. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ ആ ആദർശത്തിനെതിരായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ചില സ്ത്രീകളൊക്കെ ഇതിന് വഴിപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ മുള്ളറ്റോസ് എന്ന് അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളോളം ഉള്ള ചരിത്രമാണ് കേട്ടോ അത്. വർഷങ്ങളോളം യൂറോപ്യൻസ് അവരുടെ ഉദ്യോഗസ്ഥരായിട്ടും കച്ചവടക്കാരായിട്ടും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ സ്ത്രീകളുമായിട്ട് ചില റിലേഷൻ ഉണ്ടാവും, അങ്ങനെ കുട്ടികളുണ്ടാവും. മുമ്പ് പറഞ്ഞ പോലെ മുള്ളറ്റോസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ഭാഷയും സംസാരിക്കും, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജായ ഫാൻഡ ട്വി ഒക്കെ സംസാരിക്കും. അപ്പോൾ അവർ ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചു. മാത്രമല്ല അച്ഛൻ യൂറോപ്യനായതുകൊണ്ട് അങ്ങനെ കുറേ പ്രിവിലേജസ് ഒക്കെ ഇവർക്ക് ഈ കാസുകളിൽ ലഭിച്ചിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിലേക്കും നെതർലൻഡിലേക്കും ഒക്കെ പോകാൻ പറ്റി. ഇവിടെ തന്നെ കാസിൻ്റെ ഉള്ളിൽ സ്കൂളുകളുണ്ട്, അവിടെ പഠിക്കാനുള്ള സൗകര്യം കിട്ടി. മാത്രമല്ല ഇവരുടെ സർനെയിംസ് എപ്പോഴും ആ ബ്രിട്ടീഷുകാരുടെ പേരായിരിക്കും. ഹട്ടൻ, ബ്രംഹാൻ എന്നൊക്കെ പറഞ്ഞൊരു സർനെയിം അവർക്കുണ്ടാവും. അവർക്ക് അതുകൊണ്ട് യൂറോപ്പിൽ പോയി പഠിക്കുകയും അവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കാനും സഹായകമായി. മെഡിസിന്, ലോയർ, പിന്നെ ദൈവശാസ്ത്രം, തിയോളജിയൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തി. ഭാവിയിൽ ഈ മുള്ളറ്റോസ് രാഷ്ട്രീയപരമായിട്ട് വളരുകയും 1957 സ്വാതന്ത്ര്യം കിട്ടുന്ന രീതിയിലേക്കുള്ള ചലനങ്ങൾ ഉണ്ടാക്കാനും പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശം. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ തടവറയിലൂടെ അങ്ങനെ അവസാനം എത്തിച്ചേരുന്നത് ഇത് പറഞ്ഞ പോലെ ഡോർ ഓഫ് നോ റിട്ടേൺ ആണ്. തിരിച്ചു വരവില്ലാത്ത ആ വാതിലിലെ അടുത്തേക്കാണ്. അത് ചെറിയൊരു പൊത്തുപോലെ മാത്രമേ കാണാനുള്ളൂ. അവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കടൽ കാണാം, അറ്റ്ലാന്റിക് സമുദ്രം. ഇതിലൂടെ ബോട്ടിൽ കയറ്റി കപ്പൽ ഉൾക്കടലിലായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഈ ഡോറാണ്. അതിൻ്റെ മറുവശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോർ ഓഫ് റിട്ടേൺ എന്ന് കാണാം. അതായത് തിരിച്ചു വരുന്ന ഡോർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അതായത് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവരുടെ പിന്തുടർച്ചക്കാർ, അതായത് യൂറോപ്പിലൊക്കെ പോയി അവർ പല തലമുറകൾ മാറിയിട്ടുണ്ടായിരിക്കും.
പക്ഷെ അവരുടെ ആൻസസ്ട്രി ജീനുകളിൽ മാറ്റം വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പല പഠനങ്ങളും നടത്തുന്നുണ്ട്. ഇവരുടെ ജീൻ സ്റ്റഡി നടത്തി ഏത് ഏരിയപ്പെട്ടാണെന്ന് മനസ്സിലാക്കി ചില ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ എത്തിച്ചേരാൻ, അവരുടെ നാട്ടിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. ഈ സ്വത്ത് ഉണ്ടാക്കാനും നാട് പിടിച്ചെടുക്കാനുമുള്ള ആക്രാന്തത്തിൽ യൂറോപ്യന്മാർ മത്സരിച്ചു എന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ അതിനുശേഷം ഡച്ചുകാർ വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. 1637 മുതൽ 1872 വരെ ഡച്ചുകാരായിരുന്നു, 2.5 നൂറ്റാണ്ട് കാലം. പിന്നെ 1872 മുതൽ 1957 സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ബ്രിട്ടീഷുകാർ. അതിൽ 1814 ഔദ്യോഗികമായിട്ട് ഈ അടിമക്കച്ചവടം ഡച്ചുകാർ അവസാനിപ്പിച്ചു. എങ്കിലും നമ്മൾ കാണുമ്പം ഈ ഫോർട്ടുകളിൽ ഈ കാസിലുകളൊക്കെ പള്ളി ഒക്കെ കാണാം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളിയുണ്ട്, ഡച്ചുകാർ നിർമ്മിച്ച പള്ളിയുണ്ട്. അങ്ങനെ എല്ലാം ഒരു പള്ളി ബേസ്ഡാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താണ് ഇവർ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ക്രൂരതകൾ ചെയ്യാനും കൂടുതൽ അടിമകളെ കിട്ടാനും ബിസിനസ് നന്നാകാനുമാണോ പ്രാർത്ഥിക്കുന്നത്? അറിയില്ല. ഡച്ചുകാർ വന്നതിന് ശേഷം അടിമക്കച്ചവടം കൂടുതൽ വ്യാപകമാക്കാൻ വേണ്ടി ലേലം വിളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൂടുതൽ ഡെവലപ്മെൻറ്റ് നടത്തി. കാരണം അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബിസിനസ്സാണല്ലോ. അതുകൊണ്ട് അടിമകളെ കച്ചവടം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൽ ബ്രോക്കർമാരുണ്ട്, തദ്ദേശീയരായ ആൾക്കാരുണ്ട് ബ്രോക്കർമാർ. ചില ബ്രോക്കർമാർക്ക് അവിടെ ഗ്രേഡ് കൂടുതലാണ്. കാരണം അവർ കൊണ്ടുവരുന്ന കക്ഷികൾ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളായിരിക്കും എന്നുള്ളൊരു പേര് വീണ് കഴിഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന അടിമകൾക്ക് ഡിമാൻഡ് കൂടുതലുണ്ടാവും. ഒരടിമയ്ക്ക് ഇത്ര രൂപ എന്ന് വെച്ചാണ് കച്ചവടം നടത്തുന്നത്. അങ്ങനെ എല്ലാ പണികളും എടുപ്പിക്കാനും അടിമപ്പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക നൽകി അവർ പോകുന്നു. നല്ല ആരോഗ്യമുള്ള അടിമകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്രോക്കർമാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കാസിലൂടെയുള്ള യാത്രയിൽ കുറേ റീത്തുകൾ വെച്ചേക്കുന്നതും കുറേ ആശ്വാസ വാക്കുകൾ എഴുതി വെച്ചേക്കുന്ന ബോർഡുകളും ഒക്കെ കണ്ടു. ഇത് പല വിധത്തിലാണ്. യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് അവർ കാണിച്ച പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും കാണിച്ച ക്രൂരത മനസ്സിലാക്കുമ്പോൾ അതിൽ സങ്കടപ്പെട്ട് ഖേദിച്ചുകൊണ്ടുള്ള നോട്ടുകളാണ് ചിലതൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ആഫ്രിക്കക്കാരുടെ പിന്തുടർച്ചക്കാർ ഇവിടെ വന്ന് അവർക്കൊരു സമാശ്വാസം തോന്നുന്ന രീതിയിലുള്ള സമ്മാനങ്ങളും എഴുത്തുകളാണ് മറ്റൊന്ന്. റീത്തുകൾ കാണാം, മദ്യക്കുപ്പികൾ കാണാം, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ വെച്ചേക്കുന്നത് കാണാം. അതൊക്കെ അതേപോലെ തന്നെ അവർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത കാസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, കേപ്പ് കോസ്റ്റ് കാസിൽ. ഇത് സ്വീഡിഷ് ഗവൺമെൻറ് പണിതാണ് കേട്ടോ, 1600-കളിൽ 1653. ഇത് ഉദ്ദേശം ഗോൾഡ് മൈനിങ്ങും ടിമ്പർ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകാനാണെങ്കിൽ പോലും ഭാവിയിൽ കുറച്ച് സമയത്തിന് ശേഷം അത് ഈ സ്ലേവ് ട്രേഡ് അടിമക്കച്ചവടത്തിന് വേണ്ടിയിട്ട് മാറുകയാണ് ഉണ്ടായത്. 1864 മറ്റോ ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. 1807 ഔദ്യോഗികമായിട്ട് അടിമത്തം നിയമപരമായിട്ട് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. എങ്കിൽ എൻഡേഞ്ചേർഡ് ലേബർ എന്നും പറഞ്ഞ് അത് തുറന്നു കേട്ടോ, അത് വേറെ ചരിത്രം. അങ്ങനെ അതിനുശേഷം നിർത്തിയതിനു ശേഷം ഇത് ബ്രിട്ടീഷ് കോളനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കായി മാറി. ഇതിൻ്റെ ചരിത്രവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക, ഇവിടുന്ന് പാർപ്പിക്കുക, ഡോർ ഓഫ് നോ റിട്ടേൺ, ഡോർ ഓഫ് റിട്ടേൺ ഒക്കെ എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇത്രയും ക്രൂരത എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. താഴെ നൂറുകണക്കിന് ആൾക്കാർ അണ്ടർഗ്രൗണ്ടിൽ തടവറയിൽ ഭക്ഷണവും വെളിച്ചവും വെള്ളവും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ സുഖലോലുവന്മാരായിട്ട് ഇതിൻ്റെ മേലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള കാറ്റും പനോരമിക്കും വ്യൂ എല്ലാം കണ്ട് സുഖമായി വസിക്കുക. രാവിലെ പള്ളിയിൽ പോകും, മദ്യപിക്കും, അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വിനോദങ്ങളിലേക്ക് ഏർപ്പെടും. ഇതൊക്കെ വളരെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നത് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ എന്താണ് വേണ്ടത്? നമ്മുടെ യാത്രയിൽ അതിലും സങ്കടകരമായ ഒരു സംഭവം കണ്ടു. ചില തടവറയിൽ ഒരു മൂലയ്ക്ക് ഒരു മണ്ണുറച്ച പോലെ കിടക്കുന്ന ഒരു സ്ഥലം ഗൈഡ് കാണിച്ചു തന്നു. അതായത് ഫോസിലൈസ്ഡ് ഹ്യൂമൻ വേസ്റ്റാണ്. അവരുടെ വിസർജ്യങ്ങൾ, ഛർദ്ദിക്കുന്ന സാധനങ്ങൾ, ഫുഡ് വേസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ഉറച്ച് കല്ല് പോലെ ആയിരിക്കുകയാണ്. അതവർ സംരക്ഷിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ ആൾക്കാർ അത് സംരക്ഷിച്ചിട്ടുണ്ട്.
വീഡിയോ കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.